ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു കച്ച് വർക്ക് എംബ്രോയ്ഡറി ആണ് കാണാൻ പോകുന്നത്. സോ എല്ലാവർക്കും അന്തരം ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഞാൻ ഇതിനകത്ത് കാണിക്കുന്നത് ഈ ഒരു മോട്ടിഫ് ചെയ്യുന്ന രീതിയാണ്. കച്ച് വർക്ക് എന്ന് പറയുമ്പോൾ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും. ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ആങ്കറിൻ്റെ പേൾ കോട്ടൺ ത്രെഡാണ്. അപ്പോൾ ഇതിന് ഞാൻ 2 സ്ട്രാൻഡ് ഓഫ് ത്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഇതേമാതിരി ഞാനൊരു കാർബൺ പേപ്പർ വെച്ചിട്ട് ഓൾറെഡി ഞാനിത് വരച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ചുരിദാറിൻ്റെ നെക്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു കാണിച്ച മോട്ടിഫ് മാത്രം ചെയ്യുന്ന രീതിയാണ്. ഇതിലിപ്പോൾ ഞാൻ സാധാരണ കച്ച് വർക്കിന് വേണ്ടിയിട്ട് പേൾ കോട്ടൺ ത്രെഡ് 2 സ്ട്രാൻഡ് തന്നെയാണ് എടുക്കാറ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു സ്ക്വയേഴ്സിൻ്റെ സൈസ് എന്ന് പറയുന്നത് 1/2 സെൻറ്റിമീറ്ററാണ്, 0.5 സെൻറ്റിമീറ്ററാണ്. പിന്നെ ഇത് ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരെണ്ണം ചെയ്തു, ഇത് 2 രീതിയിൽ ആ ഒരു സ്ക്വയേഴ്സ് വരച്ചിരിക്കുന്നതിൻ്റെ കോർണറിൽ നിന്ന് പുറത്തോട്ട് കുത്താം, പുറത്തു നിന്ന് അകത്തോട്ട് കുത്താം. സോ നമ്മൾ എങ്ങനെയാണോ കുത്തി സ്റ്റാർട്ട് ചെയ്യുന്നത് പുറത്തുനിന്ന് അകത്തേക്കാണെന്നുണ്ടെങ്കിൽ, പിന്നെ ഇപ്പോൾ നോക്കുക, ഇപ്പോൾ അടുത്തത് ഞാൻ ചെയ്യുന്നതും പുറത്ത് നിന്ന് അകത്തോട്ടാണ് ചെയ്യുന്നത്. കാരണം അതിൻ്റെ ഇടയ്ക്ക് 2 ക്രോസ് ലൈൻസാണ് അതിൻ്റെ ഇടയ്ക്കുള്ളത്. പക്ഷേ അടുത്തത് ചെയ്യുമ്പോൾ ഞാൻ അകത്ത് നിന്ന് പുറത്തോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അതിൻ്റെ ഒരു ക്രോസ് ലൈനാണുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കൂടി ഇതിനകത്ത് പെട്ടുപോയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നിടവിട്ട് ആയിരിക്കണം ത്രെഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ത്രെഡ് അടുത്ത ത്രെഡിന് മുകളിൽ കൂടിയാണ് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത ലൈനിലേക്ക് വരുമ്പോൾ അത് ഓപ്പോസിറ്റായിട്ട് വരണം. അതാണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അത് നമ്മൾ ചെറിയ വീഡിയോസിൽ ഇത് ബേസിക് സ്റ്റിച്ചസ് നമ്മൾ കച്ച് വർക്കിൻ്റെ ഇപ്പോൾ പ്ലേലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിനകത്ത് ബേസിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിലാണ് നമുക്കിത് ചെയ്യാനായിട്ട് എളുപ്പമുണ്ടാവുക. അപ്പോൾ എങ്ങനെയാണോ ഇപ്പോൾ നോക്കുക, ഇത് അടുത്തതിലേക്ക് വന്നിരിക്കുന്നത് സെയിം ചെയ്തതിൻ്റെ തന്നെ ചെയ്താൽ മതി. പക്ഷേ ഇനി അടുത്തത് ചെയ്യുമ്പോൾ നോക്കുക, ഇതിൻ്റെ നമ്മൾ അടുത്തത് കുത്താൻ പോകുന്നതിൻ്റെ സെൻറ്ററിൽ കൂടി ഒരു ലൈൻ പോയിട്ടുണ്ട്. അപ്പോൾ പോകുമ്പോൾ ഓപ്പോസിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇതിൻ്റെ കൂടി 2 ലൈൻ പോയിട്ടുണ്ട്. 2 ലൈൻ പോയിട്ടുണ്ടെങ്കിൽ സെയിം തന്നെ ചെയ്യുക. ഒരു ലൈനാണ് ഇടയ്ക്ക് കൂടി പോയിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ്, അതായത് അകത്തുനിന്ന് പുറത്തോട്ടാണെങ്കിൽ ഒരു ലൈൻ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് അകത്തോട്ട് ചെയ്യുക. ഇനി 2 ലൈനാണ് ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒന്ന് ചെയ്താൽ പുറത്തുനിന്ന് അകത്തോട്ടാണെങ്കിൽ അടുത്തതും പുറത്തുനിന്ന് അകത്തോട്ട് തന്നെ ചെയ്യുക. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി. ഇപ്പോൾ പുറത്തുനിന്ന് അകത്തോട്ട് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ത്രെഡ് അതേമാതിരി എടുക്കാവുന്നതാണ്. പക്ഷേ അകത്തുനിന്ന് പുറത്തോട്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ത്രെഡ് പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടി ഇതേപോലെ കയറ്റി എടുക്കേണ്ടിയൊക്കെ വരും. അങ്ങനെ ചെയ്തെടുക്കുക. ഈ ഒരു രീതിയിലാണ് ഇത് റൗണ്ട് മൊത്തം കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇത് ഒരു പ്രാവശ്യം വരച്ചു. ഇനി അവിടെ തന്നെ അടുത്തൊരു ഡിസൈൻ നമ്മൾ വരയ്ക്കുമ്പോൾ തന്നെ ഡിസൈൻ എങ്ങനെയാണ് കണ്ടിന്യൂസ് ആയിട്ട് ആ ഫുൾ ഡിസൈൻ ഒറ്റ കൈ എടുക്കാണ്ട് തന്നെ വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വർക്കും നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഇതേമാതിരി ആദ്യം ഇത്രയും വരച്ചിട്ട് പിന്നെ രണ്ടാമത് അടുത്തൊരു സർക്കിൾ മാതിരിയാണ് വരുന്നത്. സോ അതേമാതിരി തന്നെ വരുമ്പോൾ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് ഈ ഔട്ട്ലൈൻ ചെയ്യുന്ന സ്റ്റെപ്പും അതേമാതിരി 2 വരും. അതേമാതിരി ഉള്ളിൽ ഫില്ല് ചെയ്യുന്ന സ്റ്റിച്ചും ഒന്ന് നിർത്തി അടുത്തത് പിന്നെ ചെയ്യേണ്ടതായിട്ട് വരും. ഇതിപ്പോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്, അപ്പോൾ ഉള്ളിൽ കൂടി എടുത്തു. അപ്പോൾ ഈ ത്രെഡ് ഉള്ളിൽ കൂടിയാണ് പോകുന്നത്. അപ്പോൾ അടുത്തതിന് മുകളിൽ കൂടി തന്നെ പാസ് ചെയ്യാം. പിന്നെ അടുത്തത് നമുക്ക് പുറത്തുനിന്ന് അകത്തോട്ട് എടുത്തു. പുറത്തുനിന്ന് അകത്തോട്ട് എടുക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ത്രെഡ് വരുന്നത് ഒരു ത്രെഡിൻ്റെ മുകളിലാവുമ്പോൾ അടുത്ത് നിൽക്കുന്ന ത്രെഡിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ എടുക്കണം. അതിൻ്റെ ഇതേമാതിരി ഉള്ളിൽ അതിൻ്റെ അടുത്ത് കിടക്കുന്ന ത്രെഡിൻ്റെ മുകളിൽ കൂടി. ഇനിയിപ്പോൾ സെയിം തന്നെ പുറത്തുനിന്ന് അകത്തോട്ട് തന്നെ നമ്മളത് എടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് എടുത്തിരിക്കുന്ന ത്രെഡ് ഒരു ത്രെഡിൻ്റെ മുകളിൽ കൂടി പാസ് ചെയ്യുന്ന മാതിരിയായിരിക്കും. അപ്പോൾ അടുത്തത് കിടക്കുന്നതിൻ്റെ താഴെ കൂടി പാസ് ചെയ്യുക. ഇനി നേരെ ഓപ്പോസിറ്റ് ആ കോർണറിൽ നിന്ന് പുറത്തോട്ടാണ് നമ്മൾ അടുത്ത് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി എടുക്കണം. ഇപ്പോൾ നമ്മുടെ ത്രെഡ് ഇങ്ങനെ ഉള്ളിൽ കൂടിയാണ് പോയിരിക്കുന്നത്. സോ സെയിം രീതിയിൽ തന്നെ കോർണറിൽ നിന്ന് പുറത്തോട്ട് എടുക്കുന്ന രീതിയിൽ എടുക്കുക, ഉള്ളിൽ കൂടി എടുക്കുക. അപ്പോൾ അടുത്ത മുകളിൽ കൂടി തന്നെ പാസ് ചെയ്യുക. നേരെ ഓപ്പോസിറ്റ് പുറത്തുനിന്ന് അകത്തോട്ട് കുത്തിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി അടുത്തതിൻ്റെ മുകളിൽ കൂടി പിന്നെയും സെയിം പുറത്തുനിന്ന് അകത്തോട്ട്. ഇപ്പോൾ ഇത് മുകളിൽ കൂടിയാണ്, അപ്പോൾ അതിൻ്റെ അടുത്തതിൻ്റെ ഉള്ളിൽ കൂടി എടുക്കുക.
അടുത്തതിൻ്റെ താഴെ കൂടി, ഇതിൻ്റെ ഇങ്ങനെ താഴെ കൂടി, അടുത്തത് ഈ പാസ് ചെയ്യുന്ന താഴെ കൂടി, മറ്റേതിൻ്റെ മുകളിൽ കൂടി സെയിം തന്നെ പുറത്തു നിന്ന് അകത്തോട്ട് ആ കോർണറിലേക്ക് ചെയ്യുന്നു. പുറത്തു നിന്ന് അകത്തോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ത്രെഡ് മുകൾ ഭാഗത്തായിട്ടായിരിക്കും നിൽക്കുക. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടി അടുത്ത് നമ്മൾ നേരെ ഫേസ് ചെയ്യുന്നതിൻ്റെ അടിയിൽ കൂടി എടുത്തിട്ട് പിന്നെ നേരെ ഓപ്പോസിറ്റ് കോർണറിൽ നിന്ന് പുറത്തോട്ട് ചെയ്യുക. പുറത്തോട്ട് ചെയ്യുമ്പോൾ ഇതേമാതിരി അങ്ങനെ നമ്മളിത് കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിത് ഈ ഒരു ഔട്ട്ലൈൻ, അതായത് നമ്മൾ ഈ സ്ക്വയേഴ്സായിട്ട് വരച്ചിരിക്കുന്ന എല്ലാ ഔട്ട്ലൈൻസും നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇനി നമ്മളത് ഫില്ലിംഗ് സ്റ്റെപ്പ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ്, അതായത് അതിൻ്റെ ഔട്ട്ലൈൻസ് ചെയ്യുക എന്നുള്ള രീതി. ഇനി നമ്മളിത് അപ്പോൾ തുടങ്ങിയതിൻ്റെ അടുത്ത് തന്നെ നമ്മളിവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എവിടെ നിന്നാണോ ഒരു സ്ക്വയർ, ഏത് സ്ക്വയറാണോ ഫില്ല് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്, ഞാൻ അതിൻ്റെ അടുത്ത് തന്നെ കുത്തിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുത്തിയെടുത്തതിൻ്റെ ത്രെഡ് മുകളിലാണെങ്കിൽ മുകളിൽ കൂടി, ഇതിപ്പോൾ താഴെയാണല്ലോ ഇപ്പോൾ, അപ്പോൾ അതിൻ്റെ താഴെ കൂടി എടുത്തിട്ട് റൊട്ടേറ്റ് ചെയ്ത്, അതായത് ക്ലോക്ക് വൈസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോവുകയാണ്. ഈ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മുന്നിൽ വരുന്നത് താഴേക്കുള്ളൊരു ത്രെഡാണെങ്കിൽ അതിൻ്റെ താഴെ കൂടിയും, മുകളിലുള്ളതാണെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടിയും പാസ് ചെയ്യണം. അതായത് ഒരു 2 എണ്ണം സ്ട്രെയിറ്റ് ആയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 90 ഡിഗ്രി റൊട്ടേറ്റ് ആവണം. അതായത് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ആയിട്ട് പോകണം. ഇപ്പോൾ നോക്ക്, ഇതിൻ്റെയും നേരെ ഓപ്പോസിറ്റ് കിടക്കണതിൻ്റെയും താഴെ കൂടി പോയി. അപ്പോൾ നേരെ 90 ഡിഗ്രി തിരിഞ്ഞു. താഴോട്ടായി കഴിഞ്ഞപ്പോഴേക്കും നേരെ 90 ഡിഗ്രി തിരിഞ്ഞു. അപ്പോൾ അതിൻ്റെ താഴെ കൂടിയുള്ളതിൻ്റെ താഴെ കൂടി പോയി, 2 എണ്ണത്തിനെ ക്രോസ് ചെയ്തു. അപ്പോൾ പിന്നെ 90 ഡിഗ്രി ആ റൗണ്ട് ആ കോർണറിൽ ഇങ്ങനെ കറങ്ങി, പിന്നെയും നേരെ കറങ്ങി റൗണ്ട് അടിച്ച് നേരെ സ്ട്രെയിറ്റ് 2 എണ്ണത്തിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ട് പോയി. പിന്നെ 90 ഡിഗ്രി അങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞു. പിന്നെ 90 ഡിഗ്രി തിരിഞ്ഞു. 2 എണ്ണം കഴിഞ്ഞപ്പോൾ 90 ഡിഗ്രി തിരിഞ്ഞു. അപ്പോൾ കോർണർ എത്തുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി പോയി റൊട്ടേറ്റ് ചെയ്ത് കറങ്ങി അങ്ങ് വന്ന് ഇങ്ങനെ 2 എണ്ണം പാസ് ചെയ്തു. അപ്പോൾ തന്നെ 90 ഡിഗ്രി തിരിയണം, നേരെ പോകരുത്, 90 ഡിഗ്രി തിരിഞ്ഞേ പറ്റൂ. അപ്പോൾ ദേ ഇങ്ങനെ 90 ഡിഗ്രി തിരിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇത് അത്ര ബുദ്ധിമുട്ടല്ല. നമുക്ക് ആ ഒരു അതിൻ്റെ ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അറിയാണ്ട് തന്നെ കറങ്ങി അതങ്ങോട്ട് ചെയ്തു പോകും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ്, ഇതിൻ്റെ രീതിയൊന്നും അത്ര ബുദ്ധിമുട്ടാവില്ല. കുറച്ച് നാൾ ഒരു 3-4 പ്രാവശ്യം അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഇതനുസരിച്ചിട്ടിരിക്കും. ആദ്യം ഒന്ന് ചെയ്ത് നാക്ക് കിട്ടുന്നത് വരെ ഒന്നൊരു എക്സ്പീരിയൻസ്, നമുക്കൊരു ട്രെയിനിങ് വേണം. ചെയ്ത് വരുമ്പോൾ അത് കഴിയുമ്പോൾ നമ്മുടെ കൈ ഓട്ടോമാറ്റിക്കലി ഈ ഇതൊന്നും എങ്ങനെയാണ്, അത് ഡയറക്ഷൻ എങ്ങനെയാണ്, അതൊന്നും വേണ്ടി വരില്ല. നമ്മൾ അറിയാണ്ട് തന്നെ ഇതെങ്ങനെ അങ്ങോട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ നമുക്കിതിങ്ങനെ ഈ ഒരു ബോർഡർ, ഇത് ഒരു ലൈനാണ്. ഇതേമാതിരി ഇപ്പോൾ നമ്മൾ തുടങ്ങിയെടുത്ത് അവസാനിക്കുന്ന മാതിരി നമ്മൾ ഈ ഒരു റൗണ്ട് ചെയ്ത് തീർക്കും. ഞാനിപ്പോൾ പറഞ്ഞത് വെച്ചിട്ട് ഒന്ന് നോക്കുക, ഇല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് പോസ് ചെയ്ത് അങ്ങനെ കൂടെ തന്നെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ആദ്യം തന്നെ ഒരു ചെറിയൊരു ബേസിക് ഉണ്ടെങ്കിലാണ് കേട്ടോ ഒന്നും ചെയ്യാൻ പറ്റുക. ഇതൊക്കെ പിന്നെ പല മോട്ടീവ്സ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത് തുടങ്ങിയെടുത്ത് നമുക്കറിയാം എവിടെ നിന്നാണ് തുടങ്ങിയെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. സോ അവിടേക്ക് തന്നെ വന്നിപ്പോൾ അവസാനിക്കും. ഇപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴും 2 പ്രാവശ്യമായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത പോലെ തന്നെ ഇതും ഫില്ല് ചെയ്യുന്നത് കംപ്ലീറ്റ്, താഴത്തെ കുറേ സ്ക്വയേഴ്സൊക്കെ കംപ്ലീറ്റ് ആവാണ്ട് കിടപ്പുണ്ട്, മുകളിലത്തെ ആണെങ്കിലും അതേ കംപ്ലീറ്റ് ആവാണ്ട് കിടപ്പുണ്ട്. അത് ഇനി ചെയ്ത് അടുത്ത സ്റ്റെപ്പിൽ അപ്പോൾ നമ്മൾ തുടങ്ങിയെടുത്ത് വന്ന് ഇത് അവസാനിച്ചിട്ടുണ്ട്. എവിടെ കുത്തി തുടങ്ങിയോ അവിടെ തന്നെ വന്ന് ഇത് അവസാനിക്കും. ഇങ്ങനെ നമ്മുടെ അവസാനിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടുത്തടുത്ത് തന്നെ കുത്തി തുടങ്ങുക. അതിൻ്റെ അടുത്ത് തന്നെ കുത്തി തുടങ്ങി. ഇനി നമ്മൾ ഇതേമാതിരി മുമ്പിലുള്ളത് ഇപ്പം തൊട്ട് താഴെയാണ് പോകുന്നത്, അതിൻ്റെ മുകളിൽ കൂടി പൊക്കി അതിൻ്റെ തൊട്ട് മുമ്പിലുള്ളത് ഇതാണ്. അപ്പോൾ ഔട്ട്ലൈൻ നമ്മൾ ആദ്യം ചെയ്ത ഔട്ട്ലൈൻ്റെ 2 സ്റ്റിച്ച് കഴിഞ്ഞു. റൗണ്ടിന് ഇപ്പോൾ താഴെ നിന്നാണ് റൗണ്ട്, മറ്റേ നമ്മൾ മുകളിൽ റൗണ്ട് ചെയ്ത് പോയത്. ഇനിയിപ്പോൾ താഴെ റൗണ്ട് ചെയ്ത് പോവുകയാണ്. പക്ഷെ കുറച്ച് ശ്രദ്ധിക്കണം, കാരണം നൂലിൻ്റെ ഇടയ്ക്ക് കൂടി പോയി. അതുകൊണ്ടാണ് ഞാൻ ഈ സൂചിയുടെ ബാക്ക് വശം കയറ്റുന്നത്. കാരണം സൂചിയുടെ നമ്മളിപ്പോൾ ത്രെഡിൻ്റെ ഇടയ്ക്ക് കൂടി ഒന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരെണ്ണം താഴെ കൂടിയാണ് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴെ കൂടി പോവുക. അപ്പോൾ ആ താഴെ കൂടി പോയതൊന്ന് പൊങ്ങും. പിന്നെ മുകളിൽ കൂടി പോകുന്നതിൻ്റെ മുകളിൽ കൂടി പോവുക. അങ്ങനെ റൗണ്ട് ചെയ്ത് ഇതേപോലെ ഇത് കംപ്ലീറ്റ് ചെയ്യണം. ഇതിനുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്ന മാക്സിമം ത്രെഡ് നമുക്ക് മുകളിൽ തന്നെ കാണാൻ പറ്റും. താഴെ വളരെ ചെറിയ ഒരു കുത്ത് ചെയ്തത് മാത്രമായിരിക്കും താഴെ വിസിബിലിറ്റി ഉണ്ടാവുക, പിന്നെ കെട്ടിട്ടേക്കുന്നതും. അല്ലാതെ മാക്സിമം ത്രെഡ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ ചിക്കൻകാരി എംബ്രോയ്ഡറി ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും,
മെയിനായിട്ട് അതിനകത്ത് യൂസ് ചെയ്യുന്ന സ്റ്റിച്ച് എന്ന് പറയുന്നത് ഷാഡോ സ്റ്റിച്ചാണ്. ആ ഷാഡോ അതല്ലെങ്കിൽ എന്താ പറയുക ഹെറിംഗ് ബോൺ, നമ്മൾ ചിക്കൻ കറിയിൽ പറയുകയാണെങ്കിൽ ബക്കിയ സ്റ്റിച്ച് എന്നൊക്കെ പറയും. ആ സ്റ്റിച്ചിൻ്റെ മാക്സിമം ത്രെഡും നമ്മൾ മെയിൻ പോർഷനിലല്ല, പുറകു വശത്തായിരിക്കും, അടിഭാഗത്തായിരിക്കും. അതിൻ്റെ ഷാഡോയാണ് കൂടുതലും കാണുക. പിന്നെ കുറച്ച് ഭാഗമാണ് മെയിനായിട്ട് ആ സ്റ്റിച്ച്, ഒരു ബാക്ക് സ്റ്റിച്ച് മാതിരിയുള്ളത് മാത്രമായിരിക്കും നമ്മൾ മുകളിൽ മെയിൻ ഫാബ്രിക്കിൽ കാണുക. പക്ഷേ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രെഡിൻ്റെ മാക്സിമം പോർഷൻ നമുക്ക് മെയിൻ ഭാഗത്ത് തന്നെ, നമുക്ക് വിസിബിളായിട്ടുള്ള ഭാഗത്ത് തന്നെ കാണാൻ പറ്റും. ഇത് നമുക്ക് ഏത് ടൈപ്പ് ഫാബ്രിക്കിലും ചെയ്യാൻ പറ്റും. കൂടുതലും കുറച്ച് കോട്ടൺ ആയിട്ടുള്ള തിക്കായി നോർമൽ ഫാബ്രിക്കിലാണ്. ഇപ്പോൾ ചിക്കൻ കറി എംബ്രോയ്ഡറിയൊക്കെ നമുക്കറിയാം കൂടുതലും ചെയ്യുന്നത് നല്ല ഷിയർ ഫാബ്രിക്, നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നൈസായിട്ടുള്ള ഫാബ്രിക് ആയിരിക്കും. അത് നമ്മൾ വർക്ക് ചെയ്ത് വന്നു കഴിയുമ്പോഴേക്കും നല്ല തിക്കാവുകയാണ് ചെയ്യുക. പക്ഷേ ഈ വർക്ക് എന്ന് പറയുന്നത് ഓൾറെഡി നല്ല കളർഫുള്ളായിട്ടുള്ളൊരു വർക്കുകളാണ്. കച്ച് വർക്ക് എന്നൊക്കെ പറയുന്നത് നല്ല കളർഫുള്ളായിട്ട് നല്ല വളരെയധികം കളേഴ്സ് യൂസ് ചെയ്തിട്ടൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് നോക്കുക. ഇപ്പോൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അതിങ്ങനെ ഫില്ലായി പോയിട്ടുണ്ട്. ഇപ്പോഴാണ് ആ ഒരു സ്ക്വയേഴ്സ് കംപ്ലീറ്റ് ഫില്ലായിരിക്കുന്നത്. നമ്മൾ എടുക്കുന്ന സ്ക്വയേഴ്സിൻ്റെ സൈസ് ഭയങ്കര വലുതായാലൊന്നും ഇത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്തിട്ടുള്ളൊരു എഫക്റ്റ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ വലിപ്പമില്ലാണ്ട് എടുക്കുക. ഇപ്പോൾ വലിയ വലിപ്പമാണെന്നുണ്ടെങ്കിൽ ത്രെഡിൻ്റെ തിക്നെസ് കുറച്ച് കൂട്ടിയാൽ മാത്രമായിരിക്കും അതൊന്ന് ഫില്ലാവുക. ഭയങ്കരമായിട്ട് തിക്നെസ്, ഇപ്പോൾ വൂൾ ത്രെഡൊക്കെ ഉണ്ട്, ഇങ്ങനെ കുറച്ച് എന്താ പറയുക ബീവിങ് ഇല്ലാത്ത ത്രെഡൊക്കെ വെച്ചിട്ട് ചെയ്യുവാണെങ്കിലും നന്നായിട്ട് ഫില്ലായിട്ട് കിട്ടും. ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ അതൊന്ന് കുഴപ്പമില്ല, ചെയ്ത് വരുമ്പോഴേക്കും അത് കിട്ടും. അങ്ങനെ നമ്മൾ ഈ ഒരു ഇത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഔട്ടർ ഇതിൻ്റെ ഇത് നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ വന്ന് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബോർഡർ ഇതൊരെണ്ണം ചെയ്ത് ഫിനിഷ് ആയിട്ടുണ്ട്. നോക്കുക, നല്ല ഭംഗിയുണ്ടാവും ഇത് ചെയ്ത്. ഇതിപ്പോൾ വീഡിയോയിലുള്ളതിനും കാട്ടി ഇതുണ്ടാവും. നിങ്ങൾ നോക്ക്, ബാക്ക് വശം കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും. മുകളിലൊക്കെ നമ്മളിപ്പോൾ വേറെയും കുറേ എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നും തന്നെ താഴെ കാണാനില്ല, വെറുതെ ചില കുത്തുകൾ മാത്രം പിന്നെ കെട്ടുകൾ മാത്രമാണുള്ളത്. ഇനിയിപ്പോൾ നടുക്കുള്ളൊരു ചെറിയ മോട്ടിഫ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണുള്ളത്. ഇതിപ്പോൾ ഞാനൊരു പിങ്ക് ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതും ആങ്കറിൻ്റെ ത്രെഡ് തന്നെയാണ്, 2 സ്ട്രാൻഡ്സ് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ മോട്ടിഫ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. ഇപ്പോൾ നടുക്ക് 2 ക്രോസ് ചെയ്ത് പോയേക്കുന്നത് കൊണ്ട് തന്നെ മുകളിൽ നിന്ന് താഴോട്ടാണ് ഞാനിതിങ്ങനെ കുത്തുന്നത്. എല്ലാം മുകളിൽ നിന്ന് താഴോട്ട് തന്നെ ഇങ്ങനെ ചെയ്ത് ഒരു സ്ക്വയർ ഷേപ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിലേക്ക് കൊണ്ടുവന്ന് ഇത് തുടങ്ങിയെടുത്ത് തന്നെ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു എന്താ പറയുക ക്രോസ് ഷേപ്പിലൊരു ഡിസൈൻ കൂടി അതിൻ്റെ ഇടയ്ക്കുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരിടത്ത് കുത്തി സ്റ്റാർട്ട് ചെയ്യുക. അതിന് ശേഷം ഇത് നടുക്കൂടി ഒരു ക്രോസ് പോകുന്നത് കൊണ്ട് ഉള്ളിൽ നിന്ന് താഴോട്ട് ഞാനിതിങ്ങനെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ശ്രദ്ധിക്കേണ്ടത്, നോക്കുക എങ്ങനെയാണോ എടുത്തത്, ഇതിപ്പോൾ ഒറ്റ ക്രോസുമില്ല, അപ്പോൾ സെയിം തന്നെ ചെയ്തു. ഇനി നമ്മൾ അതിൻ്റെ അടിയിൽ കൂടി എടുത്തു. ഇപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റാണ് എടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ക്രോസിൻ്റെ പുറത്തോട്ട് എടുത്ത സ്ഥിതിക്ക് ഇനി പുറത്തുനിന്ന് അകത്തോട്ട് എടുക്കേണ്ടി വരും. അതിനുശേഷം ഇനിയും പുറത്തുനിന്ന് അകത്തോട്ട് തന്നെ നേരത്തെ എന്താണോ ചെയ്തത് ആ രീതിയിൽ തന്നെ ഇത് ചെയ്യുക. പക്ഷേ അടുത്തത് നമ്മൾ ചെയ്യുമ്പോൾ അകത്തുനിന്ന് പുറത്തോട്ട് എടുക്കേണ്ടി വരും. പക്ഷേ ഇത് ഉള്ളിൽ കൂടി എടുത്തിട്ട് കൊണ്ടുവരിക. നോക്കുക, ഇതേപോലെ പുറത്തോട്ട് എടുക്കുക. അപ്പോൾ അങ്ങനെയാണ്, കാരണം ഇതിൻ്റെ നടുക്കൂടി ഒരു ലൈനാണ് പാസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ കൂടി എടുക്കണം. വൃത്തിയായിട്ട് ചെയ്യുക, കാരണം 2 സ്ട്രാൻഡ് എടുത്തിട്ടുണ്ട്. ഒരു സ്ട്രാൻഡ് അവിടെയൊക്കെ ഇങ്ങനെ വിട്ടും ഇതായിട്ടൊക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അത്ര വൃത്തിയാവില്ല. അതുകൊണ്ട് സൂക്ഷിച്ച് നല്ല നീറ്റായിട്ട് തന്നെ ചെയ്യുക. എത്രയും നമ്മൾ ഇതെടുത്ത് നീറ്റായിട്ട് ചെയ്യുന്നു അത്രയും ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ ഒരു സ്റ്റിച്ചും ഈ ഒരു സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇതെന്ന് പറയുന്നതും ഇതേപോലെ തന്നെ അതിൻ്റെ ഔട്ട്ലൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ, അതായത് ആ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 2 പ്രാവശ്യം എടുത്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സോ ഫില്ലിംഗ് സ്റ്റിച്ച് വരുമ്പോഴും നമ്മൾ 2 പ്രാവശ്യം എന്തായാലും ഒന്ന് റൗണ്ട് ചെയ്ത് നമ്മൾ മുകൾ ഭാഗം ചെയ്ത് തീർക്കുന്നു. പിന്നെ താഴെ ഭാഗം അങ്ങനെയുള്ള രീതിയിൽ 2 പ്രാവശ്യമായിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇനി നമുക്ക് ഫില്ലിംഗ് പോർഷൻ സ്റ്റാർട്ട് ചെയ്യാം. ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ താഴത്തെ ഭാഗത്തുനിന്ന് റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ 2 ലൈൻ ക്രോസ് ചെയ്തു, 90 ഡിഗ്രി തിരിഞ്ഞു, 2 ലൈന് പാസ് ചെയ്തു. പക്ഷേ ഞാൻ പറഞ്ഞ മാതിരി മുകളിൽ കൂടിയുള്ളതിൻ്റെ മുകളിൽ കൂടിയും താഴെ കൂടിയുള്ളതിൻ്റെ താഴെ കൂടിയും റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും 2 അടിയിൽ കൂടി പാസ് ചെയ്തു. പിന്നെയും 90 ഡിഗ്രി തിരിഞ്ഞു, 2 ഇതിനെ പാസ് ചെയ്തു.
അടുത്ത 90 ഡിഗ്രി തിരിഞ്ഞ് വീണ്ടും അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഈ ഒരു റൗണ്ട് കുറച്ച് മാത്രമേ ഉള്ളൂ, ചെറിയൊരു മോട്ടിഫാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ അതേമാതിരി അങ്ങോട്ട് അത് കംപ്ലീറ്റ് ചെയ്ത് തുടങ്ങിയെടുത്ത് തന്നെ അവസാനിപ്പിക്കുന്നതാണ്. ശരിക്കും ഇതിനിപ്പോൾ ഞാൻ ഈ ഒരു എക്സ്പ്ലനേഷൻ തരുമോ സംസാരിക്കുകയൊന്നും വേണ്ട. ഇത് മ്യൂട്ട് ചെയ്തിട്ട് ശരിക്കും നിങ്ങളിത് കണ്ട് തന്നെ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടിയിൽ കൂടി കയറ്റി തുടങ്ങിയെടുത്ത് തന്നെ വന്ന് അവസാനിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തടുത്ത് തന്നെ കുത്തി സ്റ്റാർട്ട് ചെയ്യാം. അടുത്തത് അതിൻ്റെ അടുത്ത് തന്നെ കുത്തി തുടങ്ങി. ഇനി നമുക്ക് ഇവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ തന്നെ വന്ന് അവസാനിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ താഴത്തെ ഭാഗം റൗണ്ട് ചെയ്ത് തീർത്തു. ഇനി നമ്മൾ മുകൾ ഭാഗത്തെ സ്ക്വയേഴ്സ് എല്ലാം പിന്നെ താഴത്തെ നമ്മൾ ഇൻകംപ്ലീറ്റ് ആക്കി വെച്ചിരിക്കുന്നതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അറിയാം ഇത് നല്ല ലെങ്തി വീഡിയോയാണ്. കുറച്ചൊക്കെ ഞാൻ സ്പീഡ് എന്നിട്ടും ആക്കിയിട്ടാണ് നമുക്ക് ഈ ഒരു ലെങ്ത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിരിക്കുന്നത്. ഇത് പിന്നെ കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ എന്ന് പറയാൻ പറ്റുമെന്നും എനിക്കറിയില്ല, കാരണം സ്പീഡ് കുറച്ചുണ്ട്. നിങ്ങൾക്ക് ഒരുവിധം ഇത് കച്ച് വർക്ക് ചെയ്യാൻ അറിയാവുന്നവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഡിസൈൻ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ മെയിനായിട്ട് ഞാൻ ഇതിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ഇതേപോലെ നമുക്ക് ഈ ഒരു ചെറിയൊരു മോട്ടീഫ് ആദ്യം ചെയ്ത് പഠിക്കണമെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിലുള്ള മോട്ടീഫ് മാത്രമായിട്ട് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിലും ആ ഒരു ഐഡിയ കിട്ടും. അത് കച്ച് വർക്കിന് നിങ്ങൾക്ക് ഇങ്ങനെ ചെറിയ മോട്ടീവ്സ് ആയിട്ട് ഒരു ഫുൾ വീഡിയോസ് അല്ലെങ്കിൽ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ മതി, ബേസിക് ആയിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്ത് തരിക. ഞാൻ ഓൾറെഡി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇല്ല നമുക്ക് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത്, അത് ഹിന്ദിയിലാണോ മലയാളത്തിലാണോ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പോൾ ഇല്ല നിങ്ങൾക്ക് ഫ്രഷായിട്ട് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഞാൻ ബേസിക് തൊട്ടിതിൻ്റെ വീഡിയോസ് ചെയ്ത് തരാവുന്നതാണ്. അപ്പോൾ ഇതേമാതിരി നമ്മളിനി അടുത്തൊരു സ്റ്റെപ്പും കൂടി അടുത്ത 2 ഇത് കൂടി കഴിയുമ്പോഴേക്കും നമ്മൾ ഈ ഒരു മോട്ടിഫ് മൊത്തത്തിൽ കഴിയും. ഇതിപ്പോൾ ഫുള്ളൊരു ഇതിനകത്ത് നെക്കിൽ ചെയ്തിട്ടുണ്ട് ഞാൻ, പക്ഷേ ഇത് എന്താ പറയുക, അത് മൊത്തത്തിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കച്ച് വർക്ക് ചെയ്തൊക്കെ വരുമ്പോഴേക്കും അത് ഇങ്ങനെ നല്ല കളർഫുള്ളായിട്ടൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ നല്ലൊരു വർക്കാണിത്. എനിക്ക് ഈ ട്രഡീഷണൽ വർക്കുകളോട് ഭയങ്കര താല്പര്യമുള്ള കൂട്ടത്തിലാണ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വേണമെന്നില്ല കേട്ടോ, പല സ്ഥലങ്ങളുടെ അവരുടേതായിട്ട് തനതായ ചില എംബ്രോയ്ഡറി രൂപങ്ങളുണ്ട്. അത് അറിയണം, പഠിക്കണം, അത് നിങ്ങളുമായിട്ട് എന്താ പറയുക ഡിസ്കസ് ചെയ്യണം, അങ്ങനെയെല്ലാം വളരെ ആഗ്രഹമുള്ള കൂട്ടത്തിലാണ്. സോ നോക്കുക, നമ്മുടെ ഡിസൈൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.